അക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. വളരെയധികം ലേറ്റായി, വീഡിയോ അപ്ലോഡ് ചെയ്യാനും വളരെയധികം ലേറ്റായി. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫാം ആൻഡ് നഴ്സറി സെറ്റപ്പാണ്. പക്ഷേ ചെറിയ സെറ്റപ്പൊന്നുമല്ല, അത്യാവശ്യം സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ടോയ് കാർ വരെയുണ്ട്. നമ്മളിരുന്ന് ഓടിക്കുന്ന പണ്ട് വീഗാലാൻഡിലൊക്കെ ഓടിച്ചിട്ടുണ്ടാവും, അതുപോലെ ഡ്രീം വേൾഡിലൊക്കെ അതുപോലത്തെ ടോയ് കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വലിയവരായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പറ്റും, കുട്ടികൾക്കും പറ്റുന്നൊരു ലൊക്കേഷനാണിത്. ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിങ്ങൊക്കെ നിസ്സാര റേറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രെയിൻ വരാനാണ് കേട്ടോ. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രാക്കൊന്നുമില്ല, സാധാരണ വീലിൽ ഓടുന്നതാണ്. അതുകൊണ്ട് ഏത് പറമ്പിൽ കൂടെ ഓടും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെയിനാണിത്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. മെയിനായിട്ട് ഈ ഇഴുകല്ല്, നമ്മൾ പണ്ട് ചെറിയ നഴ്സറി പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് നഴ്സറി സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതുപോലത്തെ ഇഴുകല്ലുകളൊക്കെയാണ്. പക്ഷേ ഒന്ന് ഒരു ഹട്ട് പോലത്തെ ഇവിടെ ലെഫ്റ്റിൽ കാണാൻ പറ്റും. പിന്നെ ഒന്ന് നോർമലി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നതാണ്. ആ കുട്ടിയിൽ ഇറങ്ങണത് കാണാം. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തേക്ക് പോകാനായിട്ട്. ബർത്ത്ഡേ ആയിട്ട് വളരെ ലേറ്റായ കാരണം ലിമിറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തിരി നേരത്തെ ഒരു 4 മണിക്ക് മുമ്പൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം അടിച്ച് പൊളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ജയൻറ്റ് വീലുണ്ട്. അങ്ങനത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഏരിയ ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് 360 ഒരു വീഡിയോ ഞാൻ എടുത്തു നോക്കിയതാണ്. പിന്നെ ഒരു ചെറിയ കഫേ ഉണ്ട്, ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.